ഖത്തറിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ യമൻ്റെ തലസ്ഥാനമായ സനായിലും ഇസ്രായേൽ ആക്രമണം നടത്തി. വടക്കൻ പ്രവിശ്യയായ അൽ ജൗഫിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇവിടെ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെടുകയും 130 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സനായിലും അൽ ജൗഫിലും ആശുപത്രി, സർക്കാർ കെട്ടിടങ്ങൾ, വീടുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. സനായിലെ അൽ തഹ്രീർ പരിസരത്തെ വീടുകൾ, നഗരത്തിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള ഒരു മെഡിക്കൽ സ്ഥാപനം എന്നിവ ആക്രമിച്ചു. അൽ ജൗഫിലെ ഒരു സർക്കാർ കെട്ടിടം ഉൾപ്പെടെ ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ആക്രമണത്തെ പ്രതിരോധിച്ചതായി ഹൂതികൾ അറിയിച്ചു. ഇസ്രായേൽ ജെറ്റുകൾ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഹൂതി സൈനിക വക്താവ് യഹിയ സാരി വ്യക്തമാക്കിയത്. ഇതോടെ ആക്രമണം നടത്താതെ ചില ജെറ്റുകൾ മടങ്ങിയെന്നും യഹിയ സാരി അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണം നടത്തിയത് യമൻ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലെ സൈനിക കേന്ദ്രത്തിലാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആക്രമണത്തിൽ സനായിലെ പവർ പ്ലാന്റ്, ഗ്യാസ് സ്റ്റേഷൻ എന്നിവയ്ക്കുൾപ്പെടെ നാശനഷ്ടങ്ങളുണ്ടായി. ഓഗസ്റ്റ് 30-ന് സനായിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു. തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. തെക്കൻ ഇസ്രായേലിലെ നഗേവ് മരുഭൂമിയിൽ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. സെപ്റ്റംബർ 11-ന് പുലർച്ചെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് മിസൈൽ വിക്ഷേപിച്ചതായി IDF അറിയിച്ചു. എന്നാൽ മിസൈൽ ലക്ഷ്യം കണ്ടെത്തിയില്ലെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തതായി ഇസ്രായേൽ പറയുന്നു. മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഹൂതി ആക്രമണത്തെ തുടർന്ന് തെക്കൻ നഗേവ് മരുഭൂമി പ്രദേശത്തെ നിരവധി പട്ടണങ്ങളിൽ സൈറനുകൾ മുഴങ്ങി. സെപ്റ്റംബർ 10-നാണ് സനായിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടു. നിരവധി നിർണായക മേഖലകളിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. മിസൈലുകൾ വിജയകരമായി പ്രതിരോധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൂതികൾ സമീപ ആഴ്ചകളിൽ ക്ലസ്റ്റർ ബോംബ് വഹിച്ച നിരവധി മിസൈലുകൾ ഇസ്രായേലിലേക്ക് പ്രയോഗിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. റാമോൺ വിമാനത്താവളത്തെയും എലാറ്റ് പ്രദേശത്തെ 2 സുപ്രധാന ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രായേലിലേക്ക് 3 ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ഹൂതികൾ അവകാശപ്പെട്ടു. തെക്കൻ ഇസ്രായേലിന് മുകളിലൂടെ പറന്ന ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി IDF റിപ്പോർട്ട് ചെയ്തു. മറ്റ് 2 എണ്ണം രാജ്യത്തെത്തിയില്ലെന്നും IDF വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഹൂതികൾ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിലെ എലാറ്റിനടുത്തുള്ള റാമോൺ വിമാനത്താവളത്തിലാണ് യമൻ സായുധ ഗ്രൂപ്പ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു.